ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, പണ്ടൊക്കെ ഈ ജൂൺ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ സ്കൂൾ ഉറപ്പ് സമയത്ത് 2 ജോഡി ഡ്രസ്സൊക്കെ കിട്ടും. അന്നേരം കിട്ടുന്ന ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സ്കൂളിൽ പോകുമ്പോൾ കുറേ ചോക്ലേറ്റും ഒക്കെ ആയിട്ട് ബർത്ത്ഡേക്ക് പോകാൻ തന്നെ നല്ല രസമായിരിക്കും. അതിനുവേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരിക്കും. പിന്നെ +1 +2 ഒക്കെ ആയിക്കഴിഞ്ഞപ്പം ആ പരിപാടിയൊക്കെ അങ്ങ് നിർത്തി. പിന്നെ ചോക്ലേറ്റ് കൊടുക്കൊന്നുമില്ല, പതിവ് പോലെ ഒരു ഡ്രസ്സും പിന്നെ ഒരു കേക്ക് കട്ടിയിലൊക്കെ ആയിട്ട് അതങ്ങനെ അങ്ങ് ഒതുക്കും. പിന്നെ സ്വന്തമായിട്ട് ജോലിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എല്ലാ കൊല്ലവും സ്വന്തമായിട്ട് എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഞാൻ തന്നെ ഗിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇക്കൊല്ലം പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞുകൊണ്ട് കുറച്ചുകൂടി സ്പെഷ്യലായിരുന്നു. ഓനാണെങ്കിൽ എന്നെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇക്കൊല്ലം. കുറേ ഗിഫ്റ്റൊക്കെ തന്നു, പിന്നെ ഒരു സ്റ്റേറ്റൊക്കെ കൂട്ടിയിട്ട് പോയി. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു. അങ്ങനെയൊക്കെ ഇക്കൊല്ലത്തെ ബർത്ത്ഡേ അങ്ങനെയൊക്കെ ഞങ്ങളങ്ങ് സെലിബ്രേറ്റ് ചെയ്തു. പതിവ് തെറ്റാതെ എല്ലാ കൊല്ലം വരാറുള്ള പോലെ ആ ബർത്ത്ഡേ വിഷും ആ ബർത്ത്ഡേ ഗിഫ്റ്റും അത് അവളും മറന്നിട്ടില്ല, അവളും തന്നു. ഇക്കൊല്ലം അതുകൊണ്ട് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള അടിപൊളി ഒരു ബർത്ത്ഡേ ആയിരുന്നു.